ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ മാത്സ് കേട്ടോ. അതിൽ 3rd ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് നോക്കാം. അപ്പോൾ പ്രോഡക്റ്റ് ഡിഫറൻസ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 15 + 8 എത്രയാണ്? 23 അല്ലേ. അതുപോലെ 80 + 5 23. ഇനി 50 × 8 എത്രയാ? അപ്പോൾ 80 × 5ഉം അതുപോലെ 50 × 8ഉം സെയിം ആണോ? 50 × 8 എന്ന് പറയുമ്പോൾ 120 അല്ലേ. അതുപോലെ 80 × 5 എന്ന് പറഞ്ഞാലോ 90 അല്ലേ. രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ. വൈ ഡു വി ഗെറ്റ് ദ സെയിം ആൻസർ ഓൺ ആഡിങ്? അപ്പോൾ ആഡ് ചെയ്തപ്പോൾ സെയിം ആൻസർ കിട്ടി അല്ലേ. അതായത് 15 + 8 എന്ന് പറഞ്ഞാലും 18 + 5 എന്ന് പറഞ്ഞാലും എന്താണ്, ആഡ് ചെയ്തപ്പോൾ സെയിം കിട്ടി. പക്ഷേ 50 × 8ഉം 80 × 5 ചെയ്തപ്പോൾ എന്താണ്, ഡിഫറൻസ് ആണ് കിട്ടിയല്ലേ. അപ്പോൾ നോക്കാം നമുക്ക് വൈ ഡു വി ഗെറ്റ് ദ സെയിം ആൻസർ ഓൺ ആഡിങ്. ആഡ് ചെയ്തപ്പോൾ എങ്ങനെയാണ് സെയിം ആൻസർ? 15 + 8നെ നമ്മൾ എന്താണ് 10+, ഈ 15നെ 10 + 5 + 8 എന്നാക്കി അല്ലേ. അതുപോലെ 18 + 5നെയോ 10 + 8 അല്ലേ. 18നെ 10 + 8 ആക്കി, പിന്നെ +5 ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി 50 × 8 എങ്ങനെ ഇത് നമുക്ക് 10 + 5 × 8 അല്ലേ. 15നെ നമ്മൾ എന്താക്കി 10 + 5 എന്നാക്കി × 8 അല്ലേ. അപ്പോൾ 10 ഈ പ്ലസ് ആയതുകൊണ്ട് എന്താണ്, ഈ 10 എന്താണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് അല്ലേ. ഈ × 8, ഈ 8 ഈ 10നും ബാധകമാണ്, 5ക്കും ബാധകമാണ് അല്ലേ. അപ്പോൾ 10 × 8 എന്ന് എഴുതാം, +5 × 8 എന്ന് എഴുതാം. ഓക്കെ. ഇനി 18 × 5 10 + 8 എന്നാക്കി 18 അല്ലേ × 5. അപ്പോൾ 10 × 5 +8 × 5 എന്ന് എഴുതി. അതായത് ഈ 10 ഈ 5നും ബാധകമാണ്, ഈ 8 ഈ 5നും ബാധകമാണ് അല്ലേ. ഓക്കെ. അപ്പോൾ 10 × 5ഉം 8 × 5 അല്ലേ. അപ്പോൾ 10 × 8 എന്ന് പറഞ്ഞാൽ 18 ആണ് അല്ലേ. 5 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 അല്ലേ. അപ്പം പിന്നെ 10 × 5 എന്ന് പറഞ്ഞാൽ 50 ആണ്. 8 × 5 എന്ന് പറഞ്ഞാൽ 5 × 8 എന്ന് പറഞ്ഞാൽ 40 തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ ഡിഫറൻറ്റ് വന്ന എവിടെയാണ്? ഇവിടെ 10 × 8ഉം 10 × 5 അല്ലേ. ഓക്കെ. ഹിയർ ഓൾസോ 5 × 8 and 8 × 5 ഗെറ്റ് ദ സെയിം പ്രോഡക്റ്റ്. അതായത് 5 എന്താണ്, 5 × 8 എന്ന് പറഞ്ഞാൽ 8 × 5 എന്ന് പറഞ്ഞാൽ സെയിം പ്രോഡക്റ്റാണ് കിട്ടുക അല്ലേ. പക്ഷേ മറ്റേ പ്രോഡക്റ്റ് എന്താണ്, ഡിഫറെൻ്റ് ആണ് അല്ലേ. 10 × 8ഉം 10 × 5ഉം എന്താണ്, ഡിഫറെൻ്റ് ആണ് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് എന്താ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആൻസർ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് എന്താണ് ഈ പിക്ചർ വെച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ 8 × 15 അല്ലേ, പിന്നെ 80 × 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതിനെ നോക്കൂ ഇവർ ചെയ്യുന്നത് ഈ 50 × 18 അവരെന്താക്കി 10ഉം 5ഉം ആക്കി സെപ്പറേറ്റ് ആക്കി. ഓക്കെ. അപ്പോൾ എന്താക്കി ഇവിടെ നോക്കൂ, ഈ അതുപോലെ 80 × 5നെ അങ്ങനെ തന്നെ 10ഉം 8ഉം ആക്കി ഇങ്ങനെ 5 ആക്കി ഡോട്ട് അല്ലേ കൊടുത്തു. ദെൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, അപ്പോൾ 50 അപ്പോൾ എന്താണ്, ബോത്ത് പിക്ചർ ലൈറ്റ് ബ്ലോക്സ് ഹാവ് 40 ഡോട്ട്സ് അല്ലേ. ഇതിലും എത്ര എന്തുണ്ട്, ഇതിലും എത്ര ഡോട്ട്സ് ഉണ്ട്? 8 × 5 40. ഇവിടെ എന്താണ് 8 × 5 40. ഇത് രണ്ടും സെയിം ആണ് അല്ലേ. പക്ഷേ ഇവിടെയാണ് 10 × 8 എത്ര 80, ഇവിടെ 10 × 5 എന്താണ് 50 ആണ് അല്ലേ. അപ്പോൾ ഒരു ഭാഗം എന്താണ് സെയിം ആണ്, പക്ഷെ മറ്റേ ഭാഗം എന്താണ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇവിടെ നോക്കും, ബൈ ലുക്കിംഗ് ദ പ്രോഡക്റ്റ് ലൈക്ക് ദിസ് വി ഓൾസോ സീ സം അതർ തിങ്സ്. വേറൊരു കാര്യം കൂടി നമുക്ക് കാണാം. എന്താണ്, 50 × 8 ഈസ് ലാർജർ ദാൻ 80 × 5 അല്ലേ. 50 × 8 എന്താണ്, ഈ 80 × 5 ഇട്ടാൽ എന്താണ് ലാർജറാണ് അല്ലേ. അപ്പോൾ 80 - 50 എന്ന് പറയുമ്പോൾ എത്രയായി, 30 കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്? ഇത് അല്ലേ. അതായത് 50 × 8 അതാണ് വലുത്. ദെൻ ഇവിടെ നോക്കൂ, 60 × 9 നമുക്ക് 10 + 6 എന്ന് എഴുതാം. 16നെ 10 + 6 എന്ന് എഴുതാം. അവിടെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് × 9 കൊടുക്കുക. കണ്ടോ ഇവിടെ. ഇനി ഈ 10 എന്താണ്, ഈ 9 ഈ 10ഉം 6ഉം ബാധകമാണ് അല്ലേ. അപ്പോൾ 10 × 9 + 6 × 9 എഴുതും. കണ്ടോ. അതുപോലെ 19 × 6നെ 10 + 9 × 6 അല്ലേ. അപ്പോൾ 10 × 6 + 9 × 6. ഈ 9 × 6ഉം 6 × 9ഉം എന്താണ് സെയിം ആണ് അല്ലേ. പക്ഷേ എന്താണ് 10 × 9ഉം 10 × 6ഉം സെയിം ആണ് അല്ല, ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ കൂടുതൽ ഏതാണ്? ഇത് രണ്ട് സെയിം. അപ്പോൾ ഇതിൽ നോക്കുക, ഒന്ന് 90 ഒന്ന് 60. അപ്പോൾ ഇതിൽ ഏതാ കൂടുതൽ? 60 × 9 ആണ് കൂടുതൽ അല്ലേ. അതുപോലെ നമുക്ക് എന്താണ് 12 × 8 80 × 12 അങ്ങനെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് അത് നോക്കാം, നമുക്ക് നോക്കാം. നോക്കൂ, 12 × 8നെ നമ്മൾ എങ്ങനെ എഴുതാം? 12 × 8 അല്ലേ, ഇതവിടെ എഴുതാം അല്ലേ. 12 × 8. അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ 12നെ 10 + 2 എന്ന് എഴുതാം. ഓക്കെ. 10 + 2 എന്ന് എഴുതുക.
ഇൻറ്റു എന്താ 8 അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ അങ്ങനെ എഴുതഞ്ഞേ? 10 × 2 എന്ന് എഴുതാം അല്ലേ? ഈ 10 ഈ 8ന് ബാധകമാണ്, 10 × 8 അല്ലേ? ഈ 10 ഈ 8ന് ബാധകമാണല്ലേ, അതുപോലെ 2 8ന് ബാധകമാണല്ലേ. അപ്പോൾ 10 × 8 പ്ലസ് പിന്നെന്താ വരുന്നത്? പിന്നെന്താ വരിക? 10 × 8 പ്ലസ് പിന്നെന്താ വരുന്നത്? 2 × 8. ഓക്കെ, 2 × 8 അല്ലേ? 2 × 8. അപ്പോൾ നമുക്ക് എന്താക്കാം? 10 × 8 2 × 8 എഴുതി. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? 80 × 12 അല്ലേ? അപ്പോൾ 80 × 12നെ നമ്മളെങ്ങനെ എഴുതാം? 80 × 12നെ നമുക്ക് 12 അല്ല 2 ആട്ടോ, 2 ആണ് ഇവിടെ, ഇൻറ്റു 2. ഓക്കെ, ദെൻ 80 × 2നെ നമ്മൾ എങ്ങനെ എഴുതി? 18നെ എങ്ങനെ എഴുതാം? നമുക്ക് 10 + 8 ആക്കി എഴുതാം അല്ലേ? 10 + 8, 18നെ 10 + 8 എന്ന് എഴുതി. എന്നിട്ട് ഇൻറ്റു 2 എഴുതി, ഈക്വൽ ടു എങ്ങനെ എഴുതാ? 10 × 2 അല്ലേ? 10 × 2 എന്ന് എഴുതി. 10 × 2 പിന്നെയോ പ്ലസ് 8 × 2 അല്ലേ? ഇവിടെ 2 × 8 8 × 2 സെയിം ആണ്, പക്ഷെ എന്താ 10 × 8 10 × 2 സെയിം ആണ് അല്ല. അപ്പോൾ 10 × 8 എന്ന് പറയുന്നത് ഇതാണ് വലുത് അല്ലേ? 10 × 8 എന്ന് പറഞ്ഞാൽ 18, 10 × 2 എന്ന് പറഞ്ഞാൽ എന്താണ് 20 അല്ലേ? അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ 12 × 8 ആണ് എന്ത്? വലുത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 70 × 6 ആണ് 60 × 7 ആണ് വലുത് നോക്കാം. അപ്പോൾ 70 × 6നെ നമുക്ക് എന്താക്കാം? 10 + 70 × 6നെ നമ്മൾ 10 + 7 എഴുതുക, ഇൻറ്റു 6 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ 70 × 6നെ നമ്മൾ എന്താ? 70നെ 10 + 7 എഴുതി, പിന്നെ ഈ ഇൻറ്റു 6 അതേപോലെ എഴുതി. അപ്പോൾ പിന്നെ അതിനെങ്ങനെ എഴുതാം? ഈ 10 × 6 + 7 × 6 എന്ന് എഴുതി അല്ലേ? ഇനി അടുത്തത് എന്താണ്? 60 × 7നെയാണ്. 60 × 7നെ നമുക്ക് എഴുതാം? 16നെ നമുക്ക് 10 + 6 ഇൻറ്റു 7 എഴുതാം. അപ്പോൾ നമുക്ക് 60 × 7 16നെ 10 + 6 എന്ന് എഴുതാം, പിന്നെ ഇൻറ്റു 7 എന്ന് എഴുതുക. ഓക്കെ, ഈ 16നെയാണ് എന്ത്? 10 + 6 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, പിന്നെ ഇൻറ്റു 7 എന്നാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? ഇനി ഈ 10 എന്താണ്? ഇതാ ഇത് 10 × 7 എന്ന് എഴുതുക, പ്ലസ് പിന്നെന്താണ്? 6 × 7 എന്ന് എഴുതുക. ഓക്കെ, ബ്രാക്കറ്റ് ആയതുകൊണ്ട് ഈ 7 എന്താണ്? ഈ 10നും 6നും മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ 10 × 7 6 × 7. അപ്പോൾ 6 × 6 7 7 × 6 എന്താണ്? സെയിം ആണ് അല്ലേ? മറ്റേ 10 × 6ഉം 10 × 7ഉം. അപ്പോൾ ഇതിൽ ഏതാ വലുത്? ഇത് 10 × 6 ആണ് 60 ആണ്, 10 × 7 ആണ് 70. അപ്പോൾ ഏതാ നമുക്ക് വലുത്? 60 × 7 ആണ് എന്ത്? വലുത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 30 × 9 ആണോ 90 × 3 ആണ് വലുത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് വലുത്? നമുക്ക് നോക്കാം. അപ്പോൾ 30 × 9, 30നെ നമ്മൾ എന്താ എഴുതുക? 10 + 3 എന്ന് എഴുതി അല്ലേ? 10 + 3 എന്ന് എഴുതി 13. ഓക്കെ, ദെൻ ഇൻറ്റു പിന്നെന്താ? 13നോട് എന്താ ഇൻറ്റു ചെയ്യേണ്ടത്? അവിടെ ഉണ്ടല്ലേ 9 അല്ലേ? അപ്പോൾ ഇൻറ്റു 9. ഓക്കെ, ഇനി ഇതിനെങ്ങനെ എഴുതാം? 10 × 9 അല്ലേ? 10 × 9 പ്ലസ് ബ്രാക്കറ്റ് കൊടുക്കുക കേട്ടോ. 10 × 9 പ്ലസ് 3 × 9 അല്ലേ? 3 × 9. ഓക്കെ, 3 × 9 ഇവിടെ 9 ആണ്, 3 × 9 ആണ്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി അടുത്ത എന്താണ്? 90 × 3 ആണ് അല്ലേ? അപ്പോൾ 90 × 3നെ നമ്മൾ ഇങ്ങനെ എഴുതുക? 90 × 3 is equal to 90നെ നമുക്ക് ഇങ്ങനെ എഴുതാം? 10 + 9 എഴുതാം അല്ലേ? 10 + 9 ഇൻറ്റു 3 അല്ലേ? 10 + 9 × 3 എന്ന് എഴുതുക. ഇനി ഇതിനെന്താണ് നമുക്ക് എഴുതുക? 10 × 3 അല്ലേ? 10 × 3 10 × 3 ഓക്കെ, 10 × 3 പ്ലസ്
പിന്നെ 9 ഇൻറ്റു 3 അല്ലേ, 9 ഇൻറ്റു 3. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എഴുതി അല്ലേ. അപ്പോൾ ഇതിൽ ഏതാ വലുത് നോക്കിയാൽ ഇവിടെ 9 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ സെയിം തന്നെ അല്ലേ. ഒന്ന് 10 ഇൻറ്റു 9 ആണ് ഇവിടെ 10 ഇൻറ്റു 3 ആണല്ലേ. ഇത് 90 ആണ്, ഇത് 30 ആണ് അല്ലേ. അപ്പോൾ എന്താ ഇതിൽ ഏതാ വലുത് 30 ഇൻറ്റു 9 അല്ലേ. അപ്പോൾ എന്താ ഗ്രേറ്റസ്റ്റ് ഏതാണ് 13 ഇൻറ്റു 9 ആണ് കേട്ടോ. അടുത്ത 25 ഇൻറ്റു 6 ആണ്, 26 ഇൻറ്റു 5 ആണ് വലുത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 25 ഇൻറ്റു 6 അല്ലേ. അപ്പോൾ 25 ഇൻറ്റു 6ന് 25നെ നമുക്ക് എങ്ങനെ എഴുതാം 20 + 5 എന്ന് എഴുതാം. 20 + 5 ഇൻറ്റു 6 എന്ന് എഴുതിട്ടോ. ഇനി ഇതിനെങ്ങനെ എഴുതുക 20 ഇൻറ്റു 6 എന്ന് എഴുതുക അല്ലേ. 20 ഇൻറ്റു 6 പ്ലസ് 5 ഇൻറ്റു 6 അല്ലേ. 5 ഇൻറ്റു 6. ഓക്കെ. 5 ഇൻറ്റു 6 എഴുതി. 25 ഇൻറ്റു 6നെ 25നെ നമ്മൾ എന്താക്കി 20 + 5 എന്ന് പറഞ്ഞാൽ 25 അല്ലേ. അപ്പോൾ 20 + 5 എഴുതി ഇൻറ്റു 6 എഴുതി. ഈ 20 ഇൻറ്റു 6 + 5 ഇൻറ്റു 6. ഇനി അടുത്ത് 26 ഇൻറ്റു 5 ആണ്. അപ്പോൾ 26 ഇൻറ്റു 5നെ നമുക്ക് എങ്ങനെ എഴുതാം 20 + 6 അല്ലേ ഇൻറ്റു 5. ഓക്കെ. 26നെ 20 + 6 ഇൻറ്റു 5 എന്ന് എഴുതി. ഇനി 20 ഇൻറ്റു 6 ചെയ്യുക. 20 ഇൻറ്റു 5 20 ഇൻറ്റു 5 പ്ലസ് 6 ഇൻറ്റു 5. ഓക്കെ. അപ്പോൾ 20 ഇൻറ്റു 5 പ്ലസ് 6 ഇൻറ്റു 5 ആയി അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൽ ഏതാ വലുത് ഇവിടെ 5 ഇൻറ്റു 6 6 ഇൻറ്റു 5 സെയിം തന്നെ. ഇനി 20 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് 120 ആണ്. 20 ഇൻറ്റു 5 എന്ന് പറഞ്ഞാലോ 100. അപ്പോൾ ഇതിൽ ഏതാ വലുത് 25 ഇൻറ്റു 6 ആണ് വലുത് അല്ലേ. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിലേതാ ബിഗ്ഗസ്റ്റ് ലാർജർ ഏതാണോ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് ഇപ്പോൾ ലാർജർ 25 ഇൻറ്റു 6 ആണ് എന്ത് ഇതിൽ ലാർജർ അല്ലേ. അപ്പോൾ 25 ഇൻറ്റു 6 ഈസ് ദ ലാർജർ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പിന്നെ ഹൗ മച്ച് മോർ എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. 20 ഇൻറ്റു 6 120 അല്ലേ. 20 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 100 അല്ലേ. അപ്പോൾ 120 മൈനസ് 100 എത്രയാ 20 ആണ് അല്ലേ. അപ്പോൾ 20 ആണ് എന്ത് കൂടുതൽ അല്ലേ. അതേപോലെ തന്നെ മറ്റേതൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ കിട്ടും കൂടുതൽ എത്രയാണെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും പറഞ്ഞു എഴുതുക കേട്ടോ. ദെൻ അടുത്തത് എന്താണ് റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഹൗ മെനി ഡോട്ട്സ് ആർ ദർ ഇൻ ദിസ് പിക്ചർ. ഈ പിക്ചറിൽ എത്ര ഡോട്ട് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ 15 ആണ്, ഇവിടെ 13 ആണ് അല്ലേ. ഇത് എണ്ണി നോക്കുക 15 ആണ്, ഇത് 13. അപ്പോൾ എത്ര ഡോട്ട് ഉണ്ടെന്ന് അറിയണം. എന്താ 50 ഇൻറ്റു 13 ചെയ്താൽ മതി. അത്രയും ഡോട്ടാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. ദെൻ അങ്ങനെ ആകുമ്പോൾ 13 റോസ് ഈച്ച് ഓഫ് 15 ഡോട്ട്സിന് ഇതാണ് 50 ഇൻറ്റു 13 ഡോട്ട്സിനോള് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ ചെയ്താൽ ഈ 15നെ 10ഉം 5ഉം ആക്കി ചെയ്താൽ അല്ലേ. 10 + 5 ആണല്ലോ 15. ഇനി ഈ 13നെയോ 10 + 3 അല്ലേ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ 10 + 3. ഓക്കെ. അപ്പോൾ ഇതിനെന്താക്കൊക്കെ ഡിവൈഡ് ചെയ്ത് അല്ലേ. ഇനി എന്താ ഇവിടെ ഈ കുളത്തിൽ എന്താണ് 10 ഇത് 10ഉം ഇത് 3ഉം അല്ല. അപ്പോൾ 10 ഇൻറ്റു 3 13 ആണ് ഇവിടെ വരിക. ഇവിടെയോ ഇവിടെ 5ഉം പിന്നെ ഇതെന്താ 3ഉം ആണ് അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 5 ആണ് ഇവിടെ വരിക. പിന്നെ ഇവിടെ നോക്കൂ ഈ കുളത്തിൽ എന്താ വരിക അവിടെ 10 ആണ്, ഇവിടെയും 10 അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 10 100 ആണ് ഇവിടെ വരിക. പിന്നെ ഇവിടെ ഈ കുളത്തിൽ എന്താ വരിക ഈ കുളത്തിൽ വരിക ഇതിലുള്ളത് എന്താ 10ഉം പിന്നെ ഇതെന്താ അടിയിലുള്ളത് 5. 10 ഇൻറ്റു 5 50 ആണ് ഇവിടെ വരിക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി പ്ലസ് ചെയ്താൽ എന്താ നമുക്ക് കിട്ടും 30 ഇൻറ്റു 15 നമുക്ക് കിട്ടും കേട്ടോ. അതാണ് ചെയ്ത് കണ്ടോ. അപ്പോൾ 15 30 എന്താ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് 195 എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഇവിടെ 10 ഇൻറ്റു 10 ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ 100 അല്ലേ. അതാണ് ഇവിടെ 10 ഇൻറ്റു 10 100 അല്ലേ. പിന്നെ ഇവിടെ കിട്ടുന്ന 5 ഇൻറ്റു 10 ആണ്. അതവിടെ എഴുതിയ 5 ഇൻറ്റു 10 എത്രയാണ് 50 അല്ലേ. ഇവിടെ 10 ഇൻറ്റു 3 ആണ് ഇവിടെ എഴുതിയല്ലേ. അപ്പോൾ 10 ഇൻറ്റു 3 എന്താ 30 ആണ്. ഇവിടെ 5 ഇൻറ്റു 3 ആണ്. അപ്പോൾ 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 50 അല്ലേ. അവിടെ 5 ഇൻറ്റു 3 50. അവിടെ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ എന്താ 195 എന്ന് കിട്ടും കേട്ടോ. അടുത്ത എന്താണ് ഇനി ഡോട്ട് വരയ്ക്കാത്തതാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നോക്കൂ 18 ഇൻറ്റു 12 എങ്ങനെ നോക്കൂ. ഇവിടെ 18 എഴുതി ഇവിടെ 12 എഴുതി. ഇനി ഇവിടെ 18 എഴുതി ഇവിടെ 12 എഴുതിയ ശേഷം പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇവിടെ നമ്പർ കൊടുത്ത് കറക്റ്റാക്കിയാൽ മതി. ഇവിടെ 18 ആയതുകൊണ്ട് ഇവിടെ മുകളിൽ 10 + 8 എന്ന് കൊടുത്തു അല്ലേ. ഇവിടെ 12 ആയതുകൊണ്ട് ഇവിടെ 10ഉം 2ഉം കൊടുത്തു. എന്നിട്ട് എന്താക്കുക കള്ളി ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ. 4 ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താക്കുക ഇതിൻ്റെ നടുക്കൊരു വര വരയ്ക്കുക, ഇതിൻ്റെ നടുക്കൊരു വര വരയ്ക്കുക കണ്ടോ. അപ്പോൾ 4 ആയി. ഇനി ഈ കുളത്തിൽ എന്താ വരിക 10 ഇൻറ്റു 10 എന്താ
ഇവിടെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഇതും ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ വരയും നോക്കുക. അപ്പോൾ 10 × 10 100 ആണ് വരിക. ഇനി ഇവിടെ നോക്കേണ്ടത് അതിൻ്റെ മുകളിലുള്ള ഈ നമ്പറും ഇതിൻ്റെ നേരെ സൈഡിലുള്ള ഈ നമ്പറും അല്ലേ. അപ്പോൾ 10 × 8 80. ഇനി ഇതിൽ നോക്കേണ്ടത് അതിന് മുകളിലുള്ള ഈ നമ്പറും ഈ സൈഡിലുള്ള ഈ നമ്പറും നോക്കുക. അപ്പോൾ 10 × 2 20 അല്ലേ. ഇവിടെ ഇവിടെ നോക്കേണ്ടത് എന്താ മുകളിലുള്ള ഈ നമ്പറും ഈ സൈഡിലുള്ള ഈ നമ്പറും നോക്കേണ്ടത് അല്ലേ. അപ്പോൾ 8 × 2 എത്രയാണ് 16 അല്ലേ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. ഇനി ഇതെന്താക്കുക, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ ഇതും പ്ലസ് ചെയ്ത് ഇതെല്ലാം കൂടി അങ്ങ് പ്ലസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 100 പ്ലസ് എന്താണ് 80 ഇങ്ങനെ പ്ലസ് ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ പ്ലസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ എന്താണ് 100 + 20 + 80 + 60 എത്ര 216 അല്ലേ. അതാണ് ആൻസർ കേട്ടോ. 80 × 12 ആൻസർ. ദെൻ ഇനി വേറൊരു വേർഷൻ ഉണ്ട്. എന്താണ് ഇതാ ഈ മെത്തേഡിൽ ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് എന്താക്കുക, നിങ്ങൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. ഇങ്ങോട്ട് രണ്ടും ആഡ് ചെയ്ത് ഇവിടെ എഴുതുക. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്താൽ 260 കിട്ടുക. ഇനി ശരിക്കുള്ള ഇതെന്താണ് ഇവിടെ ചെയ്യുന്നത് നോക്കൂ. 80 × 12 അല്ലേ. ഇതാണ് നമുക്ക് ശരിക്കും പഠിക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിക്കുക, മനക്കണക്കൊക്കെ ചെയ്യുന്നത് എന്താക്കുക, ഇതെടുക്കുക നമുക്ക്. ഇവിടെ ഈ നമ്മൾ എന്താണ് വലിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതാണ് കേട്ടോ പഠിക്കുക. 80 × 12 80 × 12 നമ്മളെങ്ങനെ ചെയ്യുക. 2 × 8 ആദ്യം ചെയ്യും. 2 × 8 ആദ്യം ചെയ്യും. 2 × 8 എത്ര 16 ആണ് അല്ലേ. 2 × 8 എത്രയാണ് 16. അതിൽ ഈ വൺസിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ 6 ആ 6 ആണ് ഇവിടെ എഴുതുക കേട്ടോ. അപ്പോൾ എന്താണ് 1 ബാലൻസ് അല്ലേ. അവിടെ ഈ 1 ബാലൻസ് ഇവിടെ കൊടുക്കുക. ഓക്കെ. ഇനി ഈ 2 × 1 ചെയ്യുക. ഈ 2നോട് ഈ മുകളിലത്തെ ഈ നമ്പർ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2 × 1 എത്ര 2. 2നോട് നേരത്തെ ബാലൻസ് വന്നില്ല, ഇനി 1 അത് എഴുതുക. 2 + 1 എത്ര 3 അതിൻ്റെ പുറത്ത് എഴുതേണ്ടത്. ഓക്കെ. ഈ അടുത്ത് എന്താണ് രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇനി രണ്ടാമത്തെ ഒന്നെങ്കിൽ ഇവിടെ 0 എടുക്കാം. 0 എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തേൻ്റെ ചോട്ടിൽ എഴുതുക എന്നുള്ളത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സൈഡിലുള്ള ഈ നമ്പറിനോട് ഈ മുകളിലത്തെ നമ്പർ ഇൻറ്റു ചെയ്യുക. 1നോട് 8 ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ളത് അതിൻ്റെ. അപ്പോൾ 1 × 8 എത്ര 8. അത് രണ്ടാമത്തെ ചോട്ടിൽ എഴുതുക. പിന്നെ 1 × 1 അതിൻ്റെ പുറത്തായി കണ്ട് കേട്ടോ. ഇനി എന്താക്കുക, നമ്മൾ വരച്ചിട്ട് പ്ലസ് ചെയ്യുക. 6 ഇവിടെ ഇറക്കിയത്. പിന്നെ 3 + 8 എത്ര 11 ആണ് അല്ലേ. 11ൽ 1 ഇവിടെ എഴുതി. 1 ബാലൻസ്. ഈ 1ഉം 1ഉം 2 കേട്ടോ. 216 എഴുതി. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. ദെൻ ഈസ് 13 × 15 എന്താണ് ഇതുപോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താക്കുക ഇങ്ങനെ ചെയ്യുക. 13 × 15 നമുക്ക് എങ്ങനെ എഴുതാം. 13 ഒരു കള്ളി വരയ്ക്കുക. പറഞ്ഞുതരാം. എന്താണ് ഇങ്ങനെ എഴുതുക ആദ്യം. ഇനി എന്താ 13 എഴുതുക ഇവിടെ. ഇവിടെ 13 എഴുതുക. ഇവിടെ എന്താണ് ഇവിടെ 15 അല്ലേ. അപ്പോൾ 13 നമുക്ക് എങ്ങനെ എഴുതാം 10 + 13 എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് 10 + 3 എഴുതാം. അപ്പോൾ ഈ 30 × 5 15 അല്ലേ. അപ്പോൾ ഇവിടെ 13 നമുക്ക് എങ്ങനെ എഴുതാം 10ഉം 3 എഴുതുക. ഓക്കെ. ഇവിടെയോ 15 അല്ലേ. അപ്പോൾ ഇവിടെ 10ഉം 5 എഴുതുക. ഓക്കെ. ഇനി നമുക്ക് എന്താക്കാം, അതിങ്ങനെ കള്ളി വരയ്ക്കുക നമുക്ക്. ഓക്കെ. നേരായിട്ട് കൂടി കള്ളി വരയ്ക്കുക. 10 × 10. അപ്പോൾ 10 × 10 എത്രയാണ് 100 അല്ലേ. 10 × 10 100 ആണ്. പിന്നെയോ 3 × 10 എത്രയാണ് 30 ആണ്. ഓക്കെ. പിന്നെയോ 10 ഇവിടെ വരുന്ന ഏതാണ് ഈ 5 × ഈ 10 അല്ലേ. അപ്പോൾ 5 × 10 എത്ര 50 ആണ്. ഇവിടെ വരുന്നതോ ഇവിടെ 3 ആണ്. ഇവിടെ 5 ആണ് അല്ലേ. 3 × 5 15 അല്ലേ. ഇനി ചെയ്യേണ്ടതാണ് 100 + 30 എത്രയാണ് ഇവിടെ 130 എന്ന് എഴുതുക നമുക്ക്. 130. പിന്നെയോ ഇവിടെ വരുന്നത് എന്താ 15 + 15 എന്താണ് 65 അല്ലേ. അപ്പോൾ ഇവിടെ എഴുതുക 65. ഓക്കെ. ഇനി നമുക്ക് എന്താക്കുക, അത് കൂട്ടി വെക്കുക അല്ലേ. അപ്പോൾ ഇവിടെ 5, ഇവിടെ 6 + 3 എന്താണ് 9, ഇവിടെ 1 അല്ലേ. 195 ആണ് എന്ത് വരുന്നത് 30 × 15 വരുന്ന ആൻസർ കേട്ടോ. ഇനി ഇത് നമുക്ക് എന്താണ് മറ്റേ മെത്തേഡ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്താക്കുക, ഇതൊക്കെ ഈ മെത്തേഡിൽ തന്നെ ചെയ്യുക കേട്ടോ. നമ്മൾക്ക് ശരിക്കും പഠിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ് ഈ ഇൻഡു എന്ന ഈ മെത്തേഡാണ് കേട്ടോ. ഈ മുകളിൽ കാണിച്ച് ചെയ്യുന്ന ഇതില്ല, ഈ മെത്തേഡ് ഇതാ ഈ മെത്തേഡാണ്. അതാണ് ടീച്ചറിങ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അതാണ് പഠിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്കിത് 30 × 15 എങ്ങനെ ചെയ്യുന്നത് നോക്കാം നമുക്ക്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം 30 ×
15 അല്ലേ, 30 ഇൻറ്റു 15 ആണ്. ഓക്കെ, ദെൻ 3 ഇൻറ്റു 5. ആദ്യം ഈ 5ൻ്റെ നേരെ മുകളിലുള്ള ഈ നമ്പർ എന്താണ്, അത് ആദ്യം ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 3 എന്താ 15. 15ൽ 5 അവിടെ എഴുതുക, ബാലൻസ് ഒന്ന് വെക്കുക കേട്ടോ. ഇനി 5നോട് ഈ സൈഡിലുള്ള ഈ 3ൻ്റെ അപ്പുറത്തുള്ള ഈ നമ്പർ ഇൻറ്റു ചെയ്യുക. ഓക്കെ, 5 ഇൻറ്റു 1 എന്താ 5. 5നോട് ഈ ബാലൻസ് കൂട്ടിയാൽ എത്രയാണ് 6 അല്ലേ, 5 + 1 6. ഓക്കെ, ദെൻ ഇനി നമുക്ക് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ ഈ നമ്പറാണ്. അപ്പോൾ രണ്ടാമത്തേൻ്റെ ചോട്ടിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ 1 ഈ ഇതിനോട് ഈ സൈഡിൽ ഈ നമ്പർ, ആദ്യത്തെ ഈ നമ്പറാണ് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ 1 ഇൻറ്റു 3 എത്രയാണ് 3. ഈ രണ്ടാമത്തേൻ്റെ ചോട്ടിൽ നമ്മൾ എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് 1 ഇൻറ്റു 1 1 എന്നുള്ളത് ഇതിൻ്റെ അപ്പുറത്ത് എഴുതുക കേട്ടോ. എല്ലാവരും അധികം ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരെ എടുത്ത് ഇതിൻ്റെ അപ്പുറത്തേക്ക് എഴുതുന്നുണ്ട്. ഇവിടെ നമ്പർ ഒന്നുമില്ല കേട്ടോ. ഇവിടെ വേണമെങ്കിൽ അത് 0 കൊടുക്കുക, ഇതോടെ കൊടുക്കാമായിരിക്കും. കൺഫ്യൂഷൻ ആവുമെങ്കിൽ 0 കൊടുക്കുക, അല്ലെങ്കിൽ 1 നമ്പർ കൊടുക്കണം. രണ്ടാമത്തേൻ്റെ ചോട്ടിലാണെങ്കിൽ രണ്ടാമത്തെ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എഴുതുക കേട്ടോ. ദെൻ നമ്മൾ എന്താക്കുക, ഇനി അത് പ്ലസ് ചെയ്യുക. ഓക്കെ, ഇവിടെ 5, ദെൻ 6 + 3 എന്താണ് 9. ഓക്കെ, 1 അല്ലേ. അപ്പോൾ എന്താ നമുക്ക് എന്ത് കിട്ടി 195. 30 ഇൻറ്റു 15 എന്താ അത്ര 195. നേരത്തെ മെത്തേഡിൽ ചെയ്തപ്പോൾ എന്താണ് 195 കിട്ടിയത് അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 70 ഇൻറ്റു 16 ആണ് കേട്ടോ. 70 ഇൻറ്റു 16 അങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാം, 70 ഈ മെത്തേഡിലുള്ള ടീച്ചർ നിങ്ങൾ മറ്റേ മെത്തേഡിലും ചെയ്തു നോക്കാം കേട്ടോ. 70 ഇൻറ്റു 16 ഇതാണ് നമുക്ക് വലിയ ക്ലാസ്സിൽ ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ ഈ മെത്തേഡിൽ ചെയ്ത് തരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് എഴുതുക 10നും 7ഉം എഴുതുക. അവിടെ താഴത്തതിൽ 10ഉം 6ഉം എഴുതുക. എന്നിട്ട് ഈ കള്ളി വരച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ പറഞ്ഞുതരാം. 7 6 എത്രയാണ് 7 6 42 അല്ലേ. 42ൽ എന്താ നമ്മൾ എഴുതേണ്ടത് 2 ആണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. 4 ബാലൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി 1 6 6. 6നോട് ഈ 4 കൂട്ടിയ എത്രയാണ് 10 അല്ലേ. 6 + 4 10. ആ 10 ഇവിടെ എഴുതി, വേറെ ഒന്നും ഇനി ഇൻറ്റു ചെയ്യാനല്ലോ. അതുകൊണ്ട് ആ 10 നമ്മൾ അതേപോലെ തന്നെ എഴുതി കേട്ടോ. ദെൻ ഇനി അടുത്ത് നമ്മൾ 1 ഇൻറ്റു 7 ഇത് ഈ നമ്പർ ഇല്ല, 1 ഇൻറ്റു ഈ പ്ലേസിലുള്ള ഈ നമ്പറാണ് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ 1 ഇൻറ്റു 7 7. അത് ഈ രണ്ടാമത്താണ് നമ്മൾ ചെയ്തത് അല്ലേ. അപ്പോൾ രണ്ടാമത്തേൻ്റെ ചോട്ടിലാണ് നമ്മൾ എഴുതുന്നത്. 1 ഇൻറ്റു 7 എത്രയാണ് 7 അല്ലേ. ഇനി 1 ഇൻറ്റു 1 എത്രയാണ് 1. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൂട്ടി എന്ത് വരും 2 7 2 അല്ലേ. 1 പ്ലസ് ഈ 2 എഴുതി, പിന്നെ 0 + 7 7 എഴുതി, പിന്നെ 1 + 1 2 കേട്ടോ. അതാണ് ഇവിടെ എഴുതിയത് കേട്ടോ. ദെൻ അതാണ് ഇവിടെ ആൻസർ 272 ആണ് കേട്ടോ. ടീച്ചർ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഈ 2 ഇങ്ങോട്ടേക്ക് ആയിപ്പോയത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ അടുത്ത എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 80 ഇൻറ്റു 19 ആണ് കേട്ടോ. അപ്പോൾ 80 ഇൻറ്റു 19 നമുക്ക് എങ്ങനെ എഴുതാം, 18 ഇൻറ്റു 19. ഓക്കെ, 80 ഇൻറ്റു 90. ഓക്കെ, 80 ഇൻറ്റു 19. അപ്പോൾ 9 8s എത്രയാണ് നോക്കുക. 9 8s എത്രയാണ് 72 അല്ലേ. അപ്പോൾ 72 എന്നുള്ളത് ഇവിടെ 72ൻ്റെ 2 ഇവിടെ എഴുതുക, 7 ബാലൻസ്. ഓക്കെ, ദെൻ 1 ഇൻറ്റു 9 എത്രയാണ് 9. 9 പ്ലസ് ഇവിടെ ബാലൻസ് ഇല്ലേ 7 അല്ലേ. അപ്പോൾ 9 + 7 എത്രയാണ് 16 അല്ലേ. 1 16. ഓക്കെ, ദെൻ ഇനി എന്താ രണ്ടാമത്താണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനോട് ഈ 8 ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു 8 എത്രയായി 8 അല്ലേ. ഈ രണ്ടാമത്തേൻ്റെ ചോട്ടിലാണ് എഴുതേണ്ടത് കേട്ടോ 8. ദെൻ 1 ഇൻറ്റു 1 എത്രയാണ് 1 അല്ലേ. ഇനി അവിടെ എഴുതുക. ഇനി പ്ലസ് ചെയ്യുക അല്ലേ 2. ഇങ്ങനെ അതേപോലെ തന്നെ ഇറക്കി ചെയ്ത് അവിടെ നമ്പർ ഒന്നുമില്ലല്ലോ, പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ 0 ആയി കൺസിഡർ ചെയ്താൽ 2 + 0 0 2 കേട്ടോ. ഇനി 6 + 8 എത്രയാണ് 6നോട് 8 കൂട്ടി വെക്കുക. അപ്പോൾ 14 കിട്ടും അല്ലേ. 14ൽ 4 ആണ് ഇവിടെ എഴുതുക, ബാലൻസ് ഇവിടെ മുകളിൽ കൊടുക്കുക. ഇനി എന്താ 1 + 1 2 2 പ്ലസ് ഈ ബാലൻസ് എത്രയാണ് 1 അല്ലേ 3. അപ്പോൾ 342 നമുക്ക് കിട്ടും കേട്ടോ. 80 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ എത്രയാണ് 342. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 14 ഇൻറ്റു 18 ആണ് അല്ലേ. അപ്പോൾ 14 ഇൻറ്റു 18 എങ്ങനെയാണ് ചെയ്യാം നമുക്ക് 14 ഇൻറ്റു 18. ഓക്കെ, 40 ഇൻറ്റു 18. 8 4s എത്ര 32 അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിക്കണം കേട്ടോ. എല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്താക്കുക, ഒരു ചാർട്ടിൽ എഴുതിയിട്ട് എന്താക്കുക, നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി റൂമിൻ്റെ അവിടെ ചാർട്ടിൽ എഴുതിയിട്ട് ഒട്ടിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, 8 4s 32. 32ൽ 2 ഇവിടെ എഴുതുക, 3 ബാലൻസ് അല്ലേ. 1 ഇൻറ്റു 8 എത്ര 8. 8 + 3 എത്രയാണ് 11 അല്ലേ. ആ 11 ഇതേപോലെ തന്നെ ഇവിടെ എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താണ് 1 ഇൻറ്റു 4 ആണ് അല്ലേ. അത് 1 ഇൻറ്റു 4 4 ആണ്. അത് ഈ രണ്ടാമത്തേൻ്റെ ചോട്ടിൽ, രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തേൻ്റെ ചോട്ടിൽ ഇറക്കി എഴുതുക 4. 1 ഇൻറ്റു 4 എത്രയാണ് 4 അല്ലേ. ദെൻ 1 ഇൻറ്റു 1 എത്രയാ 1. ഓക്കെ, ദെൻ നമുക്ക് എന്താ അത് ചെയ്യേണ്ടത് പ്ലസ് ചെയ്യുക. അപ്പോൾ 2 എഴുതുക, പിന്നെ
1 + 4 എന്താണ് 5, then 1 + 1 2 അല്ലേ. അപ്പോൾ 14 × 80 = എത്രയാണ് 252. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 15 × 15 ആണ് കേട്ടോ. അപ്പോൾ 15 × 15 നമുക്ക് എങ്ങനെ ചെയ്യാം, അതേപോലത്തെ ചെയ്യാം കേട്ടോ. ഇനി കള്ളി വരച്ച് ചെയ്യുന്ന എങ്ങനെ ഇതാ 10 + 5 അല്ലേ, 10ഉം 5 ചെയ്താൽ താഴെയും 10ഉം 5 ചെയ്താൽ എന്നിട്ട് ഇങ്ങനെ കള്ളി വരച്ചിട്ട് അവിടെ ഇൻറ്റു ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ടീച്ചർ ഈ മെത്തേഡാണ് പറഞ്ഞിരുന്നത്, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 50 × 50 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതാം നമുക്ക് 5 × 5 എത്രയാ 25 അല്ലേ, 25 2 ബാലൻസ്, ദെൻ 1 × 5 എത്രയാ 5, 5നോട് ഈ 2 കൂട്ടി എത്രയാണ് 7 അല്ലേ, ദെൻ 1 × 5 5, ഈ രണ്ടാമത്തേൻ്റെ ചൂട്ടിലാണ് അത് എഴുതേണ്ടത്. ഓക്കെ, ദെൻ 1 × 1 എന്താണ് 1, അത് ഇപ്പുറത്ത് എഴുതുക അല്ലേ. ദെൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് പ്ലസ് ചെയ്യുക. ഓക്കെ, ഈ 5 അതേപോലെ എഴുതി, ദെൻ 7 + 5 എത്രയാണ് 12, 12ൽ 2 അവിടെ എഴുതി, ബാലൻസ് 1 അല്ലേ. ഇനി 1 + 1 എത്രയാണ് 2 അല്ലേ. അപ്പോൾ 225 ആണ് എന്ത് 50 × 15ൻ്റെ ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, വി ക്യാൻ ഓൾസോ കമ്പ്യൂട്ട് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ലൈക്ക് ദിസ്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ട്രൈ 25 × 17. ഓക്കെ, അപ്പം ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം, 25 × 17 ഈ മെത്തേഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് 20നും 4ഉം അല്ലേ, പിന്നെ അതുപോലെ 17 10ഉം 7. അപ്പോൾ 20 4 ആകുമ്പോൾ ഈ കോളത്തിൽ എന്താ 20 × 10 200 എന്നാക്കി. ഇനി 4 × 10 40, ദെൻ 20 × 7 140യും 7 × 4 28. ഓക്കെ, ദെൻ അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം നമുക്ക് 200 + 40 240, 140 + 28 168. ഇനി ഇത് രണ്ടും പ്ലസ് ചെയ്താൽ 408 എന്ന് കിട്ടി. ഓക്കെ, ഇനി 35 × 29 നമുക്ക് എഴുതാം 30 + 5 എന്ന് എഴുതി, ഇവിടെ 20 + 9 എന്ന് എഴുതി കേട്ടോ. ദെൻ 30 × 20 എത്ര 600, പിന്നെ 5 × 20 100. ഓക്കെ, ദെൻ 30 × 9 ആണ് ഇവിടെ 270, ദെൻ 5 × 9 45. ഇനി ഇത് രണ്ടും പ്ലസ് ചെയ്ത് ഇവിടെ എഴുതാം 600 + 100 700, 270 + 45 315. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 1015 കിട്ടും കേട്ടോ. ഇനി എന്താണ് 345 × 26 ആണെങ്കിലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വി വിൽ ഹാവ് ടു ഡ്രോ മോർ സെൽ അല്ലെ, കൂടുതൽ സെല്ല് വരയ്ക്കേണ്ടി വരും അല്ലേ. നോക്കൂ 345നെ 300ഉം 45 അല്ലേ, 300 + 40 + 5 അല്ലേ 345. അപ്പോൾ ഇങ്ങനെ എഴുതേണ്ടി വരും. ഈ 26നെ 20യും 6 കേട്ടോ. ദെൻ 300 × 20 എന്താക്കുക 6000 എഴുതുക. പിന്നെ ഇവിടെ 40 × 20 എത്രയാണ് 800, 5 × 20 എത്രയാണ് 100 അല്ലേ. ഇനി ഇവിടെ എഴുതേണ്ട 300 × 6 ആണ് അല്ലേ 1800, 40 × 6 240, പിന്നെ 5 × 6 30 അല്ലേ. ദെൻ ഇതെന്താക്കുക ഇനി മുകളിലത്തൊക്കെ പ്ലസ് ചെയ്തോടെ എഴുതുക അല്ലേ, അത് 6900 എഴുതി. ഇനി താഴെയുള്ളതൊക്കെ പ്ലസ് ചെയ്തോടെ എഴുതി 2070 എഴുതി. ഇനി ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് എന്ത് കിട്ടും 8970. അപ്പോൾ 345 × 26 എത്രയാണ് 8970 ആണ് കേട്ടോ. ദെൻ കമ്പ്യൂട്ട് ദ പ്രോഡക്ട്സ് ബിലോ. എന്താണ് ഇത് പ്രോഡക്റ്റ് എന്താക്കുക നമ്മൾ ഇൻറ്റു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് 12 × 34 ആണ് അല്ലേ. അപ്പോൾ 12 × 34 എന്താണ് നിങ്ങളിങ്ങനെ കള്ളി വരച്ചിട്ട് എന്താക്കുക 10 2 വെച്ച് ചെയ്യുക. അതുപോലെ മുകളിൽ 13 4 എന്താ 13 4 അല്ലേ, 30 + 4 34 അല്ലേ, 13ഉം 4ഉം പിന്നെ ഇവിടെ 10ഉം 2 അല്ലേ. എന്നിട്ട് കള്ളി 4 കള്ളി വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക ചെയ്യുക കേട്ടോ. ഞാനിത് മറ്റേ 34 × 12 എന്നുള്ള ആ മെത്തേഡിലാണ് ചെയ്തു തരുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് എന്ത് ഉപകാരപ്പെടുക കേട്ടോ. അപ്പോൾ 34 × 12 അല്ലേ. 2 × 4 എത്രയാണ് 8 അല്ലേ, 2 × 4 8. ഈ 2 × 3 എത്രയാണ് 2 3s 6 അല്ലേ, അങ്ങനെ എഴുതുക. ഇനി 1 4s 4 അല്ലേ, അത് ഇതിനോട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 × 4 എത്രയാണ് 4 അല്ലേ. അപ്പോൾ എന്താ ഇത് രണ്ടാമത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തേന് ഷോർട്ടിൽ എഴുതുക കേട്ടോ. അപ്പോൾ 4 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താണ് 1 × 3 എത്രയാണ് 3 അല്ലേ, 3 എഴുതുക. ഇനി വരയ്ക്കുക. ഇനി 8 എഴുതുക. പിന്നെ 6ഉം 4ഉം കൂട്ടി എത്രയാണ് 10, 1 ബാലൻസ്. ഇനി 1ഉം 3 എത്രയാണ് 4 അല്ലേ. അപ്പോൾ 408 ആണെന്ത് 34 × 12. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 23 × 45 ആണ് അല്ലേ. അപ്പോൾ എന്താണ് 45, അത് വലിയ നമ്പർ ആയിട്ട് മുകളിൽ എഴുതുക കേട്ടോ. ചെറിയ റേഡിയസ് കുഴപ്പമൊന്നുമില്ല, കാരണം വലിയ നമ്പർ നമുക്ക് മുകളിൽ എഴുതാം. 45 × 23 അല്ലേ 23. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യാം നമുക്ക് ഈ 3 × 5 ചെയ്യുക അല്ലേ. 3 × 5 എത്ര 15, 5 ഇവിടെ എഴുതുക. 1 ബാലൻസ്. 4 3s എത്ര 12, 12നോട് ഈ ബാലൻസ് കൂട്ടുക. അപ്പോൾ എന്താ 13 വരും അല്ലേ. അപ്പോൾ 13 എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താണ് 2 5s എത്ര 10 അല്ലേ.
അപ്പോൾ രണ്ടാമത്തേൽ ഷോർട്ട് ചെയ്താൽ 10ൽ 0 എഴുതുക, ബാക്കി 1 ബാലൻസ്. ഇനി 2 4s are 8, 8നോട് ഈ 1 ബാലൻസ് കൂട്ടി എത്രയാണ് 9 അല്ലേ. ഓക്കെ, ദെൻ ഇത് പ്ലസ് ചെയ്യുക 5 3 ഞാൻ 9 പ്ലസ് 1 എത്രയാണ് 10 അല്ലേ. അപ്പോൾ 1035 ആണ് എന്ത് ഇതിൻ്റെ ആൻസർ കേട്ടോ. എത്രയാണ് 1035 ആണ് എന്ത് 45 × 23 ചെയ്താൽ കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 75 × 75 കേട്ടോ. എങ്ങനെ 75 × 75 ചെയ്യാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ 70 + 5 എന്ന് മുകളിൽ എഴുതുക, താഴെ 70 + 5 എന്ന് എഴുതുക, എന്നിട്ട് അങ്ങനെ ഇൻറ്റു ചെയ്യാം. ടീച്ചർ ഈ മെത്തേഡിലാണ് ചെയ്തിരുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. 75 × 75 ആൻസറൊക്കെ ഒന്നായിരിക്കും കേട്ടോ. 5 5s എത്രയാണ് 25 അല്ലേ. 2 ബാലൻസ്. ഇനി 7 5s 35, 35നോട് 2 കൂട്ടിയാൽ എത്രയാണ് 35 7 അല്ലേ. 35നോട് 2 കൂട്ടിയാൽ 37. ഇനി അടുത്ത എന്താ 7 5s 35, 35ൽ രണ്ടാമത്തേൽ ചൂട്ടിലായതുകൊണ്ട് 35ൽ 5 കൂടെ എഴുതുക. ഇനി 3 ബാലൻസ് കൊടുക്കുക. ദെൻ 7 7s 49, 49നോട് 3 കൂട്ടിയാൽ എത്രയാണ് 49 50 51 52 അല്ലേ. ആ 52 കൂടെ എഴുതുക. ഓക്കെ, ദെൻ നമ്മൾ കൂട്ടുക 5. ഇനി എത്രയാ 7 + 5 എത്രയാണ് 12, 1 ബാലൻസ്. ഈ 3 + 2 5, 5നോട് 1 കൂട്ടിയാൽ 6, ദെൻ 5 അല്ലേ. 5625 ആണ് ഇത് 75 × 75 കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇനി 123 × 45 ആണ്. അപ്പോൾ 123 × 45 എത്രയാണെന്ന് നോക്കാം നമുക്ക്. 123 × 45 5 3s 15 അല്ലേ. അപ്പോൾ 15ൽ 5 കൂടെ എഴുതുക, 1 ബാലൻസ്. ഈ 5 2s 10, 10നോട് 1 കൂട്ടി എത്രയാണ് 11. പിന്നെ ഈ 11ൻ്റെ 1 ബാലൻസ്. 1 5s 5, 5നോട് ഈ ബാലൻസ് കൂട്ടിയാൽ 6 അല്ലേ. അപ്പോൾ ഇവിടെ 6 എഴുതുക. ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. ഇനി രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 4 × 3 12, രണ്ടാമത്തേൻ്റെ ചൂട്ടിൽ എഴുതുക. 12ൽ 2 എഴുതുക, 1 ബാലൻസ്. ഇനി 4 2s 8, 8നോട് 1 കൂട്ടിയാൽ എത്രയാണ് 9. ഓക്കെ, ദെൻ 1 4s 4 അല്ലേ. ദെൻ 5 ഇറക്കി എഴുതുക. ഇവിടെ 0 ആയിട്ട് കൺസിഡർ ചെയ്യുക അല്ലേ. അപ്പോൾ 5 + 0 5, 1 + 2 എത്രയാ 3 അല്ലേ. 3. ഇനി 9 + 6 എത്രയാണ് 15. 15ൽ 5 കൂടെ എഴുതുക, 1 ബാലൻസ് ഇവിടെ കൊടുക്കുക. ഈ 1 4ഉം 1 + 4 എത്രയാ 5 അല്ലേ. അപ്പോൾ 5535 ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 320 × 78 ആണ് കേട്ടോ. എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഈ 320ൽ 0 മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻറ്റു ചെയ്തതിന് ശേഷം 0 ആൻസറിൻ്റെ കൂടുതൽ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താ 320 × 78 തന്നെ ചെയ്യാം. ഓക്കെ, 78. ഓക്കെ, ഇനിയാ 80 എന്താണ് 0 അല്ലെ. 8 × 0 0. 0നോട് എന്ത് ഇൻറ്റു ചെയ്താലും എന്താണ് 0 ആയിരിക്കും. 8 2s 16, 16ൽ 6 ഇവിടെ എഴുതുക, 1 ബാലൻസ്. ഇനി 8 3s 24, 24നോട് ഈ 1 കൂട്ടി എത്രയാണ് 25 അല്ലേ. അതങ്ങ് എഴുതുക, വേറെ ചെയ്യാനൊന്നുമില്ലല്ലോ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ് 7 × 0 എത്ര 0 ആണ് അല്ലേ. അത് എഴുതി. ഇനി 7 2s 14, 14ൽ 4 ഇവിടെ എഴുതി, 1 ബാലൻസ്. ഇനി 7 3s 21, 21നോട് ഈ 1 കൂട്ടി എത്രയാ 22 അല്ലേ. ഇനി ഇത് പ്ലസ് ചെയ്യുക. അപ്പോൾ 0 അല്ലേ. പിന്നെ ഈ 6 ഓരോന്നിന് അടിയിലാട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഇവിടെ ഇത് വന്നുകൊണ്ട് എഴുതാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് മാറ്റി ചെയ്യുന്നത് കേട്ടോ. 5 + 4 എത്രയാണ് 9. പിന്നെ 2 + 2 4. പിന്നെ ഇവിടെ 2 കേട്ടോ, ഇവിടെ 2. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക 24,960 കിട്ടും കേട്ടോ നമുക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്. ഗിവൺ ദാറ്റ് 36 × 15 തന്നിരിക്കുന്നത് എന്താണ് 36 × 15 എന്ന് പറഞ്ഞാൽ 514 തന്നിട്ടുണ്ട് അല്ലേ. കമ്പ്യൂട്ട് ദ ഫോളോയിങ് പ്രോഡക്റ്റ് ഇൻ യുവർ ഹെഡ്. അപ്പോൾ നമ്മൾ ഹെഡ് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇൻറ്റു ഒന്നും ചെയ്യരുത്, എന്താണ് ഹെഡ് വെച്ച് ചെയ്യാനാണ്. അപ്പോൾ 36 × 15 ആണ് 540 അല്ലേ. അങ്ങനെയാവുമ്പോൾ എന്താണ് 36 × 16 ആണ്. അപ്പോൾ 36 ഒന്നും കൂടി കൂടിയതാണ് അല്ലേ. അപ്പോൾ ഈ 540ൻ്റെ കൂടുതൽ എന്താണ് 36 അങ്ങോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം 36 540 + 36 എത്രയാണ് 576 അല്ലേ.
76. Okay, 576 ആണ് 36 into 16. Okay, then next എന്താ 37 into 15 ആണ് അടുത്തത് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ 36 into 15 എന്താ 540 ആണ് അല്ലേ. അപ്പോൾ 36 into 15 എത്രയാണ് 540 ആണ്. 36 into 15 540. അപ്പോൾ 37 into 15 അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം ഈ 540ന് കൂടുതൽ 15 കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 555 അല്ലേ. 555 എന്ന് കിട്ടും. ഓക്കെ 555 എന്ന് കിട്ടും. 37 into 50 അല്ലേ. 36 into 15 അല്ലേ 540. അപ്പോൾ ഇവിടെ കൂടിയത് എന്താ 15 ഒരു പ്രാവശ്യം കൂടി കൂടിയതാണ് അല്ലേ. അപ്പോൾ ഇതിന് കൂട്ടിട്ട് 540 എന്താണ് പ്ലസ് 50 അല്ലേ. 15 കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ 555 കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 36 into 14 ആണ്. അപ്പോൾ 36 into 14 എങ്ങനെ ചെയ്യാം എന്ന് ആലോചിച്ച് നോക്കൂ 36 into 15 540 ആണ് അല്ലേ. അപ്പോൾ 36 into 14 അപ്പോൾ എന്താണ് 36 ഈ 540 കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ. 36 14 അല്ലേ. 36 into 15 540. 36 into 14 എത്രയാണ് അത് 540 എന്താക്കുക ഈ 36 കുറയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ് എത്ര ആയിരിക്കും നമുക്ക് കിട്ടുക 36 into 14 504 കേട്ടോ. 504. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 35 into 15 ആണ് ചോദിച്ചിരിക്കുന്നത്. 35 into 15. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താ നോക്ക് 36 into 15 545. അപ്പോൾ 35 into 15 എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ 15 എന്താണ് ഒന്ന് കുറയുകയാണ്. 514 എന്താണ് ഒരു 15 കുറയുകയാണ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ 114 മൈനസ് 15 എത്രയാണ് 525 അല്ലേ. 525. ഓക്കെ 525. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 16 ഗേവ് 1360. എന്താണ് ഏതോ ഒരു നമ്പറിനെ എന്താണ് 16 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത് 1360 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അപ്പോൾ 1360നോട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഏതായിരിക്കും 1360നോട് എന്താക്കുക ഡിവൈഡഡ് ബൈ 16 ചെയ്ത് വെക്കുക. അതായിരിക്കും ആ നമ്പർ. അപ്പോൾ ഒരു നമ്പറിനോട് 16 ഇൻറ്റു ചെയ്തപ്പോൾ എന്താണ് 1360 കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ നമ്പർ കിട്ടണേ എന്താ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ ഉത്തരത്തിനോട് എന്താക്കുക തന്നിരിക്കുന്ന ആ നമ്പർ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1360 ഡിവൈഡഡ് ബൈ 16. ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 85 എന്ന് കിട്ടും. ഓക്കെ എന്താണ് ആ നമ്പർ എത്രയാണ് 85. ഓക്കെ അത് ആദ്യം കണ്ടുപിടിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിൽ വന്നിരിക്കുന്നത് എന്താണ് അതിൽ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നമ്പർ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈ ബൈ 16. എന്താണ് എന്തായിരിക്കും പ്രോഡക്റ്റ് അടുത്ത നമ്പറിനോട് 16 അതായത് ഈ നമ്പറിനോടിൻ്റെ അടുത്ത നമ്പർ പറയുമ്പോൾ ഏതാണ് 86 അല്ലേ. അപ്പോൾ 86 into 16 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 86 into 16 എത്രയാണ് 1300. 86 into 16 ആണ് ചെയ്യേണ്ടത് കേട്ടോ. 86 into 16 നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടുക നമുക്ക് കിട്ടുക എത്രയാണ് 1376 എന്ന് കിട്ടും. 1376 എന്ന് കിട്ടും. ഓക്കെ 1376 ഇട്ട് ദെൻ അടുത്ത എന്താണ് വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ ദിസ് ഈസ് മൾട്ടിപ്ലൈ ബൈ 60 എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത് എന്താണ് പ്രോഡക്റ്റ് ഇഫ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ ദിസ്. ഇതിൻ്റെ ജസ്റ്റ് ബിഫോർ എന്ന് പറഞ്ഞാൽ എത്ര 85 ജസ്റ്റ് ബിഫോർ എന്ന് പറഞ്ഞാൽ ഏതാണ് 84 അല്ലേ. 84നോട് 60 മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 84നോട് 60 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക 1344 എന്ന് കിട്ടും കേട്ടോ. 1344 എന്ന് കിട്ടും. ഓക്കെ ദെൻ അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ താങ്ക് യു.